അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ ആ സ്വതക്ക സ്വീകരിക്കുമോ? ഇപ്പോൾ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കൾ ചെയ്യുന്ന സ്വതക്ക അത് ബിദ്അത്താണോ? അങ്ങനെ സ്വതക്ക ചെയ്യാമോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്ന അമലുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകും, ഇല്ലാ മിൻ സലാസ, 3 കർമ്മങ്ങൾ ഒഴികെ. അവിടെ പഠിപ്പിച്ച ഒന്നാമത്തെ കർമ്മം സ്വതക്കത്തുൻ ജാരിയ, ജാരിയായ സ്വതക്കയാണ്. വഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. അപ്പോൾ മരണപ്പെട്ടു പോയാലും ആ മരിച്ച വ്യക്തിക്ക് കിട്ടുന്ന പുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും അദ്ദേഹം ചെയ്ത ജാരിയായ സ്വതക്കകളും അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത ഉപകാരപ്രദമായ ഇൽമുകളുമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഖബറിൽ, അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതത്തിൽ മരണശേഷവും കിട്ടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ ഒരാൾ ജീവിത കാലഘട്ടത്തിൽ വസിയത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വതക്കകൾ, ആ സ്വതക്കകൾ നിർവഹിച്ചു കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം മരിച്ച ആൾക്ക് കിട്ടും, സംശയമില്ലാത്ത വിഷയമാണ്. എന്നാൽ മാതാപിതാക്കൾ വസിയത്ത് ചെയ്തിട്ടില്ല, പക്ഷെ മക്കളുടെ ഇഷ്ടത്തിന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി സ്വതക്ക ചെയ്യുന്നു, അത് കിട്ടുമെന്ന് ചോദിച്ചാൽ അതും ലഭിക്കും എന്നുള്ളതാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മഹാനായ അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അത്യബി മാ അഖല റജുലു മിൻ കസ്ബിഹി വവലദുഹു മിൻ കസ്ബിഹി വവലദുഹു മിൻ കസ്ബിഹി. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് നിർത്തുന്നത്, ഒരാളുടെ മകൻ അവൻ്റെ സമ്പത്തിൽപ്പെട്ടതാണ്, സന്താനങ്ങൾ, മക്കൾ ഒരാളുടെ സമ്പത്തിൽപ്പെട്ടതാണ്. ഏറ്റവും നല്ല ത്വയ്യിബായ കാര്യമെന്ന് പറയുന്നത് ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കഴിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ മക്കൾ സമ്പത്താണ്. ആ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ വസിയത്ത് ചെയ്തില്ലേലും നമ്മളുടെ സമ്പത്തുകളായ മക്കൾ, പണം മാത്രമല്ല മക്കൾ, അവർ നമുക്ക് വേണ്ടി ചിലവഴിക്കുന്നതിന്, സ്വതക്ക ചെയ്യുന്നതിന് നമുക്ക് പ്രതിഫലം കിട്ടും എന്നും, വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തുന്ന പ്രാർത്ഥന, അതിനെ ബന്ധപ്പെടുത്തി ഈ ഹദീസും ചേർത്ത് മക്കൾ സ്വതക്ക ചെയ്താലും മാതാപിതാക്കൾക്ക് കിട്ടുമെന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. എന്നാൽ മാതാപിതാക്കൾ വസിയത്ത് ചെയ്തതാവട്ടെ മക്കൾ ചെയ്യുന്നതാവട്ടെ ഈ സ്വതക്കകളൊന്നും ഒരു പ്രത്യേകമായ ആചാരത്തോട് കൂട്ടിച്ചേർത്ത് ചെയ്യാൻ പാടില്ല. 15, 7, ആണ്ട്, 40 ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകമായി ദിവസവും സമയവും നിശ്ചയിക്കുമ്പോൾ അത് തശ്രീഅായി മാറും, ബിദ്അത്തായി മാറും. അങ്ങനെ നമ്മൾ ചെയ്യരുത്. അതേപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു നാട്ടാചാരത്തിലേക്ക് ഇത് കൂട്ടിച്ചേർക്കാനും പാടില്ല. ഇപ്പൊ മാതാപിതാക്കൾക്ക് സമ്പത്തുണ്ട്, വസിയത്ത് ചെയ്തതാവട്ടെ അല്ലാത്തതാവട്ടെ, നമുക്ക് സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വാപ്പ മരിച്ചു, 7 തന്നെ ഒരു സ്വതക്ക, അപ്പോൾ നമ്മുടെ ചിന്ത മാറുകയാണ്. 40 എന്നൊരു സ്വതക്ക, ആണ്ടിൻ്റെ, അപ്പോൾ ആണ്ട് ആഘോഷത്തിലേക്ക് അത് മാറും, 40 ആഘോഷത്തിലേക്ക് അത് മാറും, 15 അത് മാറും. അതിന് പകരം അങ്ങനെ ദിവസവും സമയവും നിശ്ചയിക്കാതെ മാതാപിതാക്കളുടെ സമ്പത്ത് അവർ വസിയത്ത് ചെയ്തതാവട്ടെ അല്ലാത്തതാവട്ടെ മക്കൾ, ഉമ്മാക്കും വാപ്പാക്കും പ്രതിഫലം കിട്ടണമെന്ന രൂപത്തിൽ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ പ്രതിഫലം കിട്ടുമോ എന്നുള്ള വിഷയത്തിൽ തർക്കമുണ്ട്. ഷാഫി ഫിഖിൽ പോലും നല്ലൊരു വിഭാഗം പറയുന്നത്, ഒരാൾക്ക് അധ്വാനിച്ചത് മാത്രമേ കിട്ടൂ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ കിട്ടുകയില്ല എന്ന അഭിപ്രായം നമുക്ക് കാണാൻ കഴിയും. ഷാഫി ഫിഖിൽ തന്നെ കാണാൻ കഴിയും. നമസ്കാരം, മൈത്തിസ്കാരമല്ല, 5 വക്തുള്ള നമസ്കാരം മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിച്ചാൽ അവർ കിട്ടുകയില്ല എന്ന് കാണാൻ കഴിയും. എന്നാൽ വിട്ടുപോയ നോമ്പുകൾ പരിഹരിച്ചു കൊടുത്താൽ, പൂർത്തിയാക്കിയാൽ, ഖളാ വീട്ടിയാൽ അത് മാതാപിതാക്കൾക്ക് കിട്ടും എന്ന് കാണാം. സക്കാത്ത് കൊടുക്കാനുള്ളത് കൊടുത്തു വീട്ടിയാൽ മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് കാണാം. അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്ത് കൊടുത്താൽ അതും കിട്ടുമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ വിഷയത്തിലുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.